Yeah, yeah, yeah. Come on. Woo. Come on, guys. Yeah. Hello, buggers. ഹലോ മക്കൾ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ JK. എന്റെ പൊന്നു മക്കളെ, നമ്മളെ വെക്കേഷൻ ഒക്കെ തീർന്നു. ഇനി അത് അടുത്ത മാസം സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട്, ഈസി ആയിട്ട്, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇതുവരെ കളിച്ച് നടന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം? ഇനി ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു പാട്ട് മ്യൂസിക്കിലൂടെ സന്തോഷത്തിലൂടെ വന്ന്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്നാണ് ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ആ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ മ്യൂസിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ എല്ലാ ശബ്ദവും എല്ലാവർക്കും ഇഷ്ടാവും ഇല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ട്രാഫിക്കിലെത്തി, നമ്മൾ ടൗണിൽ വലിയൊരു സിറ്റിയിലെത്തി വിചാരിക്കാം. അവിടെ ആകെ വാഹനങ്ങളൊക്കെ നിറഞ്ഞ് ആകെ ട്രാഫിക് ആയിട്ട് ഭയങ്കര സൗണ്ടാണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യും? എന്തൊരു ശബ്ദം! ചെവി വേദനിക്കുന്നു, തലവേദനിക്കുന്നു. പല കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ, സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ചെവി വേദനിക്കുന്നപ്പോൾ വലിയ ശബ്ദങ്ങൾ വന്നാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചെറിയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ലളിതമായിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെ ഗൈസ്, ഇത് നിങ്ങൾ തകർന്നു പോകും. അത്രയും ടൈറ്റിൽ ഒരു ചാപ്റ്ററായി മാറും. അപ്പൊ സൗണ്ട്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ്. ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കാരണം ഈ സ്റ്റുഡിയോക്കകത്ത് ഒരു മീഡിയം ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഭാഗത്ത് അവിടെ എയർ ഉണ്ട്, വായു ഉണ്ട്. അപ്പൊ ഒരു മീഡിയമാണ്. അത് സോളിഡ്, ലിക്വിഡ് എന്തും ആവാം അല്ലെ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, നമ്മളെല്ലാവരും ചന്ദ്രനിൽ പോയി എന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ? അയ്യോ ചന്ദ്രനിൽ പോയപ്പോഴേ വായു ഇല്ലാത്തോണ്ടേ സംസാരിച്ച് നിങ്ങൾ എന്തെങ്കിലും കേട്ടോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ കേട്ടോ? ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വായു ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്വാസം തന്നെ കിട്ടില്ല. ഇപ്പതാ ഞാൻ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി, എന്തൊരു ഭംഗിയല്ലേ! നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ? നല്ല കുളിർമയേകുന്ന ശബ്ദം. ഇവിടുന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ ഹലോ അല്ലേ? കേട്ട സൗണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. അല്ലേ? ഹലോ കേട്ട സൗണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. ഇതിനാണ് നമ്മൾ ഈ എക്കോ എന്നൊക്കെ പറയാ. അപ്പൊ ഇങ്ങനെ ചുറ്റുവട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രസകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മളെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ് ആണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ചാപ്റ്ററിന് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇതുവരെ നമ്മളെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ ചാപ്റ്റർ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ പരീക്ഷ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുതിയൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അസ്ത്രയുടെ പുതിയ ബാച്ചിൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്നും ഈസി ആയിട്ടും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റാ ലേണിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ് എന്നാണ്. ഈ ചാപ്റ്റർ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സൗണ്ട് വേവ്. ഈ സൗണ്ട് വേവിനെ 3ആയിട്ട് തരംതിരിക്കുന്നു. ആ 3ആയിട്ട് തരംതിരിക്കുന്ന ആദ്യത്തെ ഭാഗം ഓസിലേഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ദോലനം എന്നാണ് പറയുന്നത്. അറിയാം, ദോലനം. ഊഞ്ഞാലുകളെ കാടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ദോലനമാണ്. ഈ ഓസിലേഷൻ നമ്മൾ ചാപ്റ്ററിന് 3 ഭാഗങ്ങളായി തരംതിരിക്കുന്നു. ഒന്നാമത്തെ ഓസിലേഷൻ ആണ്. ആ ഓസിലേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പീരിയഡ് പഠിക്കണം, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് പഠിക്കണം. ഈ ഒരു സൈഡിലേക്ക് ഫ്രീക്വൻസി, ആവൃത്തി പഠിക്കണം. പിന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്, അതോടൊപ്പം തന്നെ സിമ്പിൾ പെൻഡുലം. ഈ ആദ്യ ഓസിലേഷനിൽ ഒരു 5 മെയിൻ പോയിന്റ് പഠിച്ചാൽ മതി. അവിടെ നമുക്കൊരു 4 ഇക്വേഷൻ പഠിച്ചാൽ ആ ഏരിയ തീർന്നു. അത്ര ഉള്ളു പഠിക്കാൻ. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള, അതെങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇനി രണ്ടാമത് ആ ഒരു ഓസിലേഷൻ നമുക്ക് വരുന്ന 4 ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ലേ. അതായത് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ദോലനമാണ്. ആ പീരിയഡിനെ ബേസ് ചെയ്തിട്ട് 2 ഇക്വേഷനും, അതേപോലെ തന്നെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് 2 ഇക്വേഷൻ, അങ്ങനെ ടോട്ടൽ 4 ഇക്വേഷൻ. പക്ഷെ ആംപ്ലിറ്റ്യൂഡിൽ നമുക്ക് എന്തില്ല?
ഇക്വേഷൻ ഒന്നും പഠിക്കാനില്ല, അവിടെ ആംപ്ലിറ്റ്യൂഡിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക എന്നൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ. അപ്പോൾ ഓസിലേഷൻ എന്നുള്ള ഏരിയയിൽ ഇത്രയും കാര്യങ്ങൾ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇനി രണ്ടാമത്തെ ഒരു ഭാഗം വേവ്സ്. നമ്മൾ ഈ ചാപ്റ്ററിനെ 3 ഭാഗങ്ങളായി തിരിക്കുന്ന. ആദ്യത്തെ ഓസിലേഷൻ തോന്നലാണ്, രണ്ടാമത്തെ വേവ്സ് തരംഗങ്ങളാണ്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, മറ്റൊന്ന് മെക്കാനിക്കൽ വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്, മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ യാന്ത്രിക തരംഗങ്ങളാണ്. ഈ യാന്ത്രിക തരംഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് കൂടുതൽ പഠിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അതിന് മീഡിയം ആവശ്യമില്ല, അപ്പൊ ലൈറ്റ് വരുന്നു. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, എക്സ്റേസ്, അൾട്രാവയലറ്റ്, ഗാമ റേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്, AC വേവ്സ്, ഇതൊക്കെ ഏതാണ്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഏതാണ്, മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗം. ആ യാന്ത്രിക തരംഗത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതേപോലെ എന്ത് ചെയ്യണം, തരംതിരിക്കുക. ഏതാണ് തരംഗ ചലനം എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് ആണ് പഠിക്കേണ്ടത്. അത് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗവും, അതേപോലെ തന്നെ എന്താ തന്നിട്ടുള്ളത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്, അതായത് അനുദൈർഘ്യ തരംഗവുമാണ്. അപ്പൊ ഇങ്ങനെ ഇത് തരംതിരിച്ച് ഇതും പഠിച്ച ഒരു ഗ്രാഫ് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്ന ഒരു സൗണ്ടുമായി, ലാസ്റ്റ് ഏരിയ സൗണ്ടുമായി ബന്ധപ്പെട്ടാണ് പഠിക്കാനുള്ളത്. സൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അതായത് ശബ്ദത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നൊക്കെ പറയും. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് ഇങ്ങനെ റൂമിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെവിയുടെ അകത്ത് 1/10 സെക്കൻഡ് നേരം സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, തങ്ങി നിൽക്കുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. പിന്നെ റിവർബറേഷൻ, അതേപോലെ തന്നെ എക്കോ. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നിന്നൊക്കെ കുളിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടിയ നല്ല മുഴക്കായിരിക്കും. എക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ട സൗണ്ട് എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്കോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി അവസാനത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ പറ്റുമോ, അല്ലെ? നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ്. അതിന്റെ മുകളിലാണെങ്കിൽ അൾട്രാസോണിക്കും, താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്കും. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഈ അൾട്രാസോണിക്കിൽ നമുക്ക് അൾട്രാസോണോഗ്രഫി, സോണാർ, എക്കോ കോർഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഭാഗം ഒരു സീസ്മിക് വേവ്, അതിന്റെ ഒരു ഡാർട്ട് സിസ്റ്റം, അതേപോലെ തന്നെ സുനാമി, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയി പഠിക്കും. ടോട്ടൽ നമുക്കൊരു 6 ഇക്വേഷൻ വരുന്നുണ്ട്, അല്ലെ? ടോട്ടൽ ഒരു 6 ഇക്വേഷൻ ആണ് വരുന്നത്. ഈ ഇക്വേഷൻ ഇതിനകത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? ഇതുവരെ കളിച്ച് നടന്നെങ്കിലും ട്യൂഷനൊന്നും പോവാതെ വെറുതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയുന്നത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കണ്ടേ? അതിലൊരു മെത്തേഡാണ് നമ്മുടെ സൈലത്തിന്റെ പുതിയ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഇൻസ്റ്റാ ലേണിംഗുമായിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്നു. ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അതൊക്കെ ഇതിനെങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാനിത് വെറുതെ ഒരു വാക്കല്ല, പക്ഷെ നിങ്ങൾ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് 20 പേജുള്ള ആ ഒരു ചാപ്റ്റർ ഞാൻ 3 ഭാഗങ്ങളായി തിരിച്ചിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ഓരോ കട്ട് ചെയ്ത് ഓരോ ഭാഗങ്ങൾ പഠിച്ചാൽ അത്രേ ഉള്ളൂ. പരീക്ഷയ്ക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാം. അപ്പൊ ഇനി സമയം കളയണ്ട, ഇപ്പോഴും വൈകിട്ടില്ല. പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മൾ അസ്ത്ര ബാച്ചിൽ, സൈലത്തിന്റെ 10ാം ക്ലാസ്സിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ഉഷാറായി പഠിക്കൂ, ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും നല്ല സന്തോഷത്തോടെ ആഘോഷത്തോടെ പഠിക്കാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ, ഈ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്തോളൂ. നമുക്ക് സെറ്റ് ആക്കടാ. ഓക്കെ, ബൈ.